രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ ഉപയോഗിച്ചൊരു ഉപമയാണ്. അതായത് മഹാഭാരതത്തിൽ ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്നും പേരുണ്ട്. വർത്തമാനകാല സാഹചര്യവുമായി താരതമ്യം ചെയ്ത് BJPയുടെ ചിഹ്നമായ താമരയുമായി അതിനെ താരതമ്യം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ പത്മവ്യൂഹത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിന് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് രാജീവ് രത്നം എന്നായിരുന്നു. രാജീവ് രത്ന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പിന്നെ ഈ താമരയുമായിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ ആയിക്കോ, അത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗം സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ചക്രവ്യൂഹവും അതായത് പത്മവ്യൂഹവും സൃഷ്ടിച്ചിരിക്കുന്ന BJPയെ കുറിച്ച് സംസാരിക്കുമ്പോൾ താമരയുമായി അല്ലെങ്കിൽ ആ താമരയുടെ ഉപമ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പാർലമെന്റേറിയൻ എന്ന രാഹുൽ ഗാന്ധിയുടെ സ്വാതന്ത്ര്യമാണ്. അതെങ്കിലും ഒന്ന് അംഗീകരിക്കാനുള്ള ജനാധിപത്യ ബോധം അങ്ങ് കാണിക്കണം, അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടി കാണിക്കണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം മുന്നോട്ട് വെക്കാനുള്ള കാര്യം. 2, പാർലമെന്റ് ബജറ്റിനെ കുറിച്ച് രാഹുൽ ഗാന്ധി എന്ത് സംസാരിച്ചു? ഇപ്പൊ അഭിലാഷ് തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റിന്റെ മെറിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ കോൺസെൻട്രേഷനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ശരിയാണ്. രണ്ടാമത് അദ്ദേഹം പ്രധാനപ്പെട്ടത് മധ്യവർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ബജറ്റിൽ 2.5% മാത്രമാണ് ഹെൽത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ അഗ്നിവീറുകൾക്ക് വേണ്ടി 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്ന് അദ്ദേഹം സംസാരിച്ചു. മധ്യവർഗത്തിന്റെ ടാക്സ്, അതൊരു ടാക്സ് ടെററിസമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എൻഫോഴ്സ്മെന്റിനെയും ഇൻകം ടാക്സിനെ കുറിച്ച് പറഞ്ഞു. കൃത്യമായ ഒരു ബജറ്റിന്റെ ഫിലോസഫി അദ്ദേഹം അഡ്രസ് ചെയ്തിരിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു ബജറ്റിന്റെ ഫിലോസഫി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ത്യൻ ബജറ്റ് പ്രസംഗങ്ങളിൽ ഒരു മികച്ച പ്രസംഗമായി കണക്കാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ബജറ്റിന്റെ കോർ ആശയത്തെ, ആ കോർ ഐഡിയോളജിയാണ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയത്. പിന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. നേരത്തെ പിന്നെ ഇടതുപക്ഷം എന്നൊരു പ്രയോഗം പ്രയോഗിക്കുന്നത് കേട്ടു. നമ്മൾ ആദ്യം അഭിലാഷ് സന്ദീപിലേക്ക് മുന്നോട്ട് വെക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്ന പ്രയോഗം തന്നെ നമുക്കറിയാം അത് പിന്നെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രഞ്ച് പാർലമെന്റിൽ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന ഫ്രഞ്ച് പാർലമെന്റിലെ ഇടതും വലതും എന്ന ആളുകളെ കുറിച്ച് നമ്മൾ ലെഫ്റ്റ് എന്നൊരു പ്രയോഗം പറയാറുണ്ട്. ആ ലെഫ്റ്റ് എന്ന് പറഞ്ഞ പ്രയോഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ പീപ്പിൾ ഓറിയന്റഡ് ആയി അന്നത്തെ തേർഡ് എസ്റ്റേറ്റിലെ ഭൂരഹിതരായ മനുഷ്യർ അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളെ കുറിച്ച് കൂടിയാണ് ആ എസ്റ്റേറ്റ് അന്നത്തെ ഒരു ലെഫ്റ്റ് എന്നൊരു പ്രയോഗം വരുന്നത്. അപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മാത്രം അധിഷ്ഠിതമാകുന്ന ഒന്നല്ല. ലോകത്താകമാനം ലെഫ്റ്റ് എന്ന് പ്രയോഗിക്കുന്ന ഐഡിയോളജിയെ നമുക്ക് എന്ത് ചെയ്യാം, അത് ജനപക്ഷം എടുക്കുന്ന ഏവർക്കും തന്നെ കോൺഗ്രസ് ഒരു സെൻട്രൽ ലെഫ്റ്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ലെഫ്റ്റ് ആശയങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. കമ്മ്യൂണിസ്റ്റ് ആശയം പുലർത്തുന്നവർ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. സോഷ്യലിസം എന്ന നമ്മുടെ ബേസിക് ഐഡിയോളജി തന്നെയാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായി എങ്ങനെയെന്നുള്ളതല്ല. എന്നാൽ ഞങ്ങൾക്ക് സമ്പത്തിന്റെ ഉത്പാദനത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വളരെ കൃത്യമായ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ്. MSPയെ കുറിച്ച് പറഞ്ഞു. സന്ദീപിന്റെ ആശയം എനിക്കത് സന്ദീപ് കുറച്ചുകൂടി ആ കാര്യത്തിൽ നിങ്ങളുടെ തന്നെ സാമ്പത്തിക വിദഗ്ധന്മാരുമായിട്ട് സംസാരിക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. MSP എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ലീഗലി ഉറപ്പുവരുത്തണം ഇന്ത്യയിലെ കാർഷിക വിളകൾക്ക് എന്ന് പറഞ്ഞാൽ അതിനുണ്ടാവണം. എന്ത് സംഭവിക്കേണ്ടി വരും? കാർഷിക മേഖലയിൽ ബജറ്റ് അലോക്കേഷൻ കൂട്ടേണ്ടി വരും. കർഷകർക്കുള്ള ബജറ്റ് അലോക്കേഷൻ കൂട്ടേണ്ടി വരും. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് 2,11,000 കോടി രൂപ ലാഭവിഹിതം കൊടുത്തൊരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച ലിബറലൈസേഷൻ പോളിസീസ് കാരണം നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ടായി. അതിന്റെ ചക്രം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സമ്പത്ത് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളത് കോർപ്പറേറ്റ് എക്സംഷൻ മാത്രം കൊടുത്താൽ പോരെ. നിങ്ങളുടെ BJPയുടെ ഫിനാൻഷ്യൽ കോൺസെൻട്രേഷൻ നടക്കുന്ന അദാനിക്കും അംബാനിക്കും നിങ്ങൾ സബ്സിഡി കൊടുത്താൽ പോരാ. നിങ്ങൾ കർഷകർക്ക് വേണ്ടി പണം മാറ്റി വെക്കേണ്ടി വരും. ഒരു ലീഗൽ റൈറ്റായിട്ട് MSP ഉറപ്പുവരുത്തിയിട്ട് അതിന്റെ കുറവ് വരുന്ന പണം നിങ്ങൾ കൂടുതൽ വകയിരുത്തണം. തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി പണം വകയിരുത്തി. അതാണ് രാജ്യത്തിന്റെ വളർച്ചയുടെ ഗുണഭോക്താക്കൾ. ഈ രാജ്യത്തെ സമ്പന്നർ മാത്രമല്ല, അവരുടെ സമ്പത്ത് ഉത്പാദനത്തിലുള്ള ട്രിക്കിൾ ഡൗൺ ചെയ്തല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ടത്. അത് ഗവൺമെന്റ് അലോക്കേഷൻ ഉണ്ടാകണം. അപ്പൊ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നിങ്ങളിതൊക്കെ ഒരു ഔദാര്യമായി കണക്കാക്കുന്നു. നിങ്ങൾ ഈ പാവപ്പെട്ട നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണം കൊടുക്കുന്നതിനെതിരാണ്. നിങ്ങൾ കർഷകർക്ക് വേണ്ടി പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുമെന്നും അത് സാമ്പത്തികമായ ഡെഫിസിറ്റ് ഉണ്ടാകുമെന്നും ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് ഉണ്ടാകും. ഞങ്ങൾ ഡെഫിസിറ്റ് ഉണ്ടാകുമെന്നല്ല കരുതുന്നത്. ഈ രാജ്യം തന്നെ ട്രസ്റ്റ് ഡെഫിസിറ്റ് നേരിടുകയാണ് നിങ്ങളുടെ ഭരണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ബജറ്റ് അലോക്കേഷനായിട്ട് തന്നെ ഇതിന് മാറ്റിവെച്ച് നിയമപരമായി ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞത്. ഇനി ഞങ്ങൾ ചെയ്യും. രാഹുൽ ഗാന്ധി ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ ഈ MSP എന്നതൊരു ലീഗൽ റൈറ്റായി മാറ്റും. ഒരു ഔദാര്യവുമല്ലാത്ത അവകാശമായി മാറ്റും.
തൊഴിലുറപ്പ് നിയമം പോലെ, വിവരാവകാശ നിയമം പോലെ, ഫുഡ് സെക്യൂരിറ്റി ആക്ട് പോലെ രാജ്യത്തെ MSPയുടെ അവകാശം മാറി നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം നിങ്ങളുടെ ഐഡിയോളജി അതല്ല, ഞങ്ങളുടെ ഐഡിയോളജി വ്യത്യസ്തമാണ്. അതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ലെഫ്റ്റ് ഉണ്ട്, ഇക്കണോമിക് ലിബറലൈസേഷൻ ഉണ്ട്, ക്ഷേമരാഷ്ട്ര സങ്കല്പമുണ്ട്. അത് മനസ്സിലാക്കണം. അതാണ് ഞങ്ങളുടെ ഐഡിയോളജി. അല്ല, ആ കാര്യത്തിൽ എനിക്ക് ഒരു ചോദ്യം കൂടി ഉള്ളത് ശ്രീ എം ലിജു, ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തലയിൽ കൈവച്ച് കുനിഞ്ഞിരിക്കുന്നതും മുഖം പൊത്തുന്നതും നമ്മൾ TV-യിൽ കണ്ടു, സൻസദ് TV-യിൽ. അത് രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറയുന്നു, ഈ ഹൽവ സെറിമണിയിൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി അല്ലെങ്കിൽ ബജറ്റ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഈ നോട്ട് ബ്ലോക്കിൽ നടക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് 1950-കൾ മുതൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് ഇതിൽ എത്ര പേര് ദളിതരുണ്ട്, ആദിവാസികളുണ്ട്, OBC ഉണ്ട് എന്ന ചോദ്യം. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഒരു ധനമന്ത്രി പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നതല്ലല്ലോ ജാതിയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് യുക്തമാണോ? അല്ല അഭിലാഷ്, അതിനകത്തൊരു വലിയ ഐഡിയ ആണ്, ആശയമാണുള്ളത് അഭിലാഷ്. നിങ്ങളതിനെ ആരെങ്കിലും പിക്ക് ആൻഡ് ചൂസ് പേഴ്സണൽ സെലക്ഷൻ ആയിട്ടല്ല നിങ്ങളതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സോഷ്യൽ റെപ്രസെന്റേഷന്റെ യഥാർത്ഥ ചിത്രമാണ് രാഹുൽ ഗാന്ധി വളർത്തിയാറ്റത്. സ്വാതന്ത്ര്യത്തിന്റെ നിരവധി വർഷങ്ങളും സമരങ്ങളും കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഹൈറാർക്കിയിൽ, അപ്പർ ഹൈറാർക്കിയിൽ ദളിതരുടെയും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം കുറവാണ് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ആ റെപ്രസെന്റേഷനാണ് അത്. ഞങ്ങളുടെ ഒരു ആശയം ഇപ്പൊ ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു, നേരത്തെ നരേന്ദ്രമോദിയുടെ OBC കാറ്റഗറിയെ കുറിച്ച് സന്ദീപ് പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറയുന്നതല്ല സന്ദീപേ, പക്ഷെ മോഡിഗഞ്ച് എന്ന് പറയുന്ന നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന ജാതി വിഭാഗം ഉത്തർപ്രദേശ്, ഗുജറാത്തിൽ OBC വിഭാഗത്തിലേക്ക് വന്ന അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ്. അതിനു മുമ്പ് അപ്പർ കാസ്റ്റ് ആയിരുന്നു മോഡിഗഞ്ചികൾ. നിങ്ങൾക്കറിയാമോ? നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ OBC ആയി പ്രഖ്യാപിച്ച് ആ കള്ളിക്കുള്ളിലിട്ട് മാറ്റിയപ്പോൾ മാത്രമാണ് ഒരു OBC-കളായി മാറിയത്. അതുകൊണ്ട് നിങ്ങൾ ആ OBC ചരിത്രമൊന്നും പറയണ്ട. അത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച രാജ്യത്തിന്റെ ഒരു യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യയുടെ മാധ്യമ രംഗത്ത്, മീഡിയ രംഗത്ത്, ജുഡീഷ്യറിയിൽ, നിങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറി എടുത്തു നോക്കൂ. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എത്ര ഭിന്നോക്കക്കാരുണ്ട്, എത്ര ദളിതർ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയുടെ ബജറ്റ് പ്രിപ്പറേഷൻ ഉൾപ്പെടെ വരുന്ന സമൂഹത്തിലെ ഹൈ എക്ലിയോൺസിൽ എത്ര പേരുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ നിർമ്മല സീതാരാമൻ പിക്ക് ആൻഡ് ചൂസ് ചെയ്തല്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയണം, മനസ്സിലാക്കണം. ജാതി ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ സാമൂഹ്യമായ റെപ്രസെന്റേഷൻ കുറഞ്ഞു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ആശയമാണ് വെച്ചത്, ഇവിടെ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജാതി സെൻസസ് പോലെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി കൃത്യമായി വന്ന് റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതെങ്ങനെ ഒരു ജാതി പറച്ചിലാവും? മണ്ഡൽ കമ്മീഷൻ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു. മണ്ഡൽ കലാപത്തിന്റെ കാലങ്ങളിൽ ഉൾപ്പെടെ ഇതൊക്കെ നടപ്പിലാക്കിയത് കോൺഗ്രസ് അല്ലേ? ഇവിടെ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് കോൺഗ്രസ് അല്ലേ? നമ്മൾ അനവധി വർഷക്കാലത്തെ, ആയിരക്കണക്കിന് വർഷക്കാലത്തെ അടിമത്തത്തിലൂടെ സോഷ്യൽ റെപ്രസെന്റേഷൻ ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ ഇല്ലാതാകുമ്പോൾ അതിനെക്കുറിച്ചൊരു മനുഷ്യൻ പറയുമ്പോൾ ആ സോഷ്യൽ റെപ്രസെന്റേഷന്റെ ഐഡിയ ആണെന്നുള്ളതാണ് കോൺഗ്രസിന്. ഞാൻ അങ്ങനെയൊക്കെ വരാം.